നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാസത്തിൽ പലപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് ധ്രുവീകരണം എന്ന നിലയിൽ കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള ഉപരിപഠനത്തിന്റെ പ്രയോജനം എന്ന നിലയിൽ ആർജവത്തോടുകൂടി തന്നെ അവലംബിക്കുവാനും അതിൻ്റെ ഒരു ക്രിയാത്മകമായിട്ടുള്ള തുടക്കം കുറിക്കാനും അവസരം വന്നു ചേരും. ഒരുപക്ഷെ ഓഗസ്റ്റ് 17-ാം തീയതി മുതലായിരിക്കാം അതിന് തുടക്കം കുറിക്കുവാനുള്ള സാധ്യതയുള്ളത്. എന്തായാലും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പദ്ധതികൾക്ക് ഏറ്റവും പ്രകടമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് അവലംബിക്കുവാനും അതിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ളൊരു ദീർഘകാല പദ്ധതികൾ അവലംബിക്കാനുള്ള സാധ്യതകൾ കാണുന്നതുമുണ്ട്. വിദേശത്ത് താമസിക്കുന്ന പലർക്കും ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട്, അതായത് പ്രസ്ഥാനത്തിന് പദ്ധതികൾ ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ ഉയർന്ന പദവിയിലുള്ളവർക്ക് ജോലി നഷ്ടപ്പെടുന്നു എന്ന സൂചന ലഭിച്ചതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം ഉണ്ടായിത്തീരും. സമഗ്ര വീക്ഷണത്തോടു കൂടിയതായുള്ള പദ്ധതികൾക്ക് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പരീക്ഷ, ഇന്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ദേഹത്തിന് തളർച്ച ഉണ്ടാകുമോ എന്ന ഒരു ആധി വർദ്ധിക്കുന്നത് വഴി അതിനനുസൃതമായിട്ടുള്ളൊരു ദേഹപരിശോധന, വൈദ്യപരിശോധന നടത്തുവാനും പ്രകൃതി ജീവൻ ഔഷധ രീതികളും ഭക്ഷണ ക്രമീകരണങ്ങളും യോഗയും പ്രാണായാമമൊക്കെ ശീലിക്കുവാൻ തീരുമാനിക്കും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ ഉണ്ടാകുവാനിടവരുമെങ്കിൽ പോലും അമിത വേഗതയുള്ള വാഹന ഉപയോഗവും അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയും പരമാവധി ഒഴിവാക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. എന്നാൽ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുന്നത് അനുകൂലമായി തീരുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നിലവിലുള്ള സംസാര ശൈലിയിൽ വളരെ വിനയത്തോടു കൂടിയതും മിതത്വത്തോടു കൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം ഉൾക്കൊള്ളുവാൻ സാധ്യത കാണുന്നു. പലപ്പോഴും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി മേലധികാരികളുടെ മിഥ്യാധാരണകളെല്ലാം ഒഴിവാകുവാനും അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനക്കയറ്റത്തോടു കൂടിയോ അഥവാ മറ്റൊരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തക്കവണ്ണം ഉള്ളൊരവസരം വന്നു ചേരുവാനിടയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കുവാനും ചിങ്ങമാസത്തിൽ, അതായത് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 ഉള്ളിൽ ഗൃഹം വാങ്ങിക്കുക എന്ന സങ്കല്പത്തോടുകൂടി പ്രാഥമികമായിട്ട് സംഖ്യ കൊടുത്ത് ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി കൂടുതൽ മുറികളുള്ള ഗൃഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കും. നേതൃത്വ സ്ഥാനം വഹിക്കുന്നത് വഴി പല വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി മനസ്സിലാക്കിയിട്ട് അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാതിരിക്കാൻ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നവരും സ്വയം നിശ്ചയിക്കുന്ന പരീക്ഷ നിശ്ചയിക്കുന്നവർക്ക് തന്നെ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിലായിരിക്കും ഏറ്റവും നന്നാവുക. പലപ്പോഴും കീഴ് ജീവനക്കാരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അവലംബിക്കുന്നത് വഴി ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. ഇതെല്ലാം തന്നെ രേഖാപരമായി സമർപ്പിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഉടമസ്ഥരിൽ നിന്നും അനുകൂലമായിട്ടുള്ള സമീപനവും അംഗീകാരവും വന്നു ചേരുവാൻ ഇടയുണ്ട്. മത്സരരംഗങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ചിന്തിക്കുന്നതിനുപരി പ്രയത്നിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങൾ അനുഷ്ഠിക്കുന്നതിനാൽ പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. പുതിയ ആവിഷ്കരണ ശൈലി അവലംബിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും.
വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭക്തി വിശ്വാസത്തോടുകൂടിയതായുള്ള ചിന്തകളും പ്രവർത്തനവും മനസ്സമാധാനത്തിനും കുടുംബത്തിൽ ആഹ്ലാദാന്തരീക്ഷത്തിനും വഴിയൊരുക്കുവാനും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഏറ്റെടുത്ത ദൗത്യം ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഔദ്യോഗിക തലത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. അതല്ല, സ്വന്തമായിട്ട് നടത്തി വരുന്ന മറ്റൊരാൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളായിരിക്കാം. മറ്റു ചില വിഭാഗങ്ങൾ കൂടി ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് തൃപ്തിയായിട്ടുള്ള വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. പലപ്പോഴും പലവിധത്തിലുള്ള അസുഖങ്ങളും വന്ന് ചേരുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല എന്നറിയുകയും സാംക്രമിക രോഗങ്ങളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ള ഒരു ഭക്ഷണ ക്രമീകരണങ്ങൾ അനുവർത്തിക്കാൻ സാധ്യത കാണുന്നതുമുണ്ട്. ജീവിത പങ്കാളിയുടെ ജോലിക്കനുസരിച്ച് തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ ഗൃഹത്തിൽ നിന്ന് മാറി താമസിച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ടതായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. പലപ്പോഴും ആത്മാർത്ഥ സുഹൃത്തിന്റെ അതിശയോക്തി കലർന്ന സംസാര രീതിയിൽ സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുവാനും അവസരം വന്നു ചേരും. കഴിഞ്ഞ 7-8 മാസമായിട്ട് പലവിധത്തിലുള്ള തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് എല്ലാവിധത്തിലുള്ള സുഖദുഃഖങ്ങളും ഒരുപോലെ സ്വീകരിക്കുവാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അതിന് തക്കവണ്ണം പ്രയത്നിക്കാനുമുള്ളൊരവസരം വന്നു ചേരുവാനിടവരും. പലപ്പോഴും സാഹചര്യങ്ങൾക്കനുസരിച്ച് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടായിത്തീരും. അർദ്ധമനസ്സോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനാണ് യോഗം കാണുന്നത്. മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനോ വിശേഷ അവസരങ്ങളിൽ പങ്കെടുക്കുവാനോ ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവുകയില്ല ഒരു വർഷത്തേക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ അടുത്ത തലമുറയുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം വന്നു ചേരും. കഴിവും പ്രാപ്തിയും അറിവുമുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ വിചാരിച്ച പോലെ കാലത്തിനനുസരിച്ച് അവലംബിക്കാൻ സാധിക്കാത്തത് വഴി സ്വല്പം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. നന്മ തിന്മകളെ അറിഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വത്തോടു കൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ മേലധികാരി ഏൽപ്പിക്കുന്നതായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരും. പ്രധാന തീരുമാനങ്ങൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശവും അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശവും സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും ഗുണകരമായി തീരുവാനിടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ രേഖാപരമല്ലാത്ത ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പ്രതിഫലേച്ഛ കൂടാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനും അംഗീകാരം ലഭിക്കുവാനും സാധ്യതയുണ്ട്. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് അവസരം വന്നു ചേരുന്നത് ഏതു പ്രകാരത്തിലും അനുകൂലമായി തീരും. നിക്ഷേപ സമാഹരണ യജ്ഞം സെപ്റ്റംബർ മാസത്തിലെ പൂർത്തീകരിക്കേണ്ടു എന്നിരുന്നാൽ പോലും ഈ മാസത്തിൽ തന്നെ ഇത് പൂർത്തീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യത കാണുന്നു. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്.
സാഹിത്യം, കല, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മേഖലകളിൽ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ഈ വർഷത്തിന്റെ ഒടുവിലോ 2025 ആദ്യത്തിലോ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്ന സങ്കല്പത്തോടുകൂടി പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ഓണാഘോഷത്തിന് പങ്കെടുക്കുവാനായിട്ട് ഈ മാസത്തിന്റെ ഒടുവിൽ തന്നെ ജന്മനാട്ടിലേക്ക് യാത്ര തിരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട്. സുതാര്യതയുള്ള സമീപനത്താൽ എല്ലാവിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിച്ച് എല്ലാം ശുഭകരമാക്കി തീർക്കുവാനുള്ള ഒരു കഴിവും പ്രാപ്തിയും അറിവും അവസരങ്ങളും ചിത്ര നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വന്ന് ചേരുവാൻ യോഗം കാണുന്നുണ്ട്.